ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 25. അന്നെ കൊണ്ട് നടക്കില്ല സ്നേഹം, പറ്റില്ല. നടക്കണ കാര്യമാണ്. സ്നേഹിനെ കൊണ്ട് പറ്റില്ല, സ്നേഹം കൊണ്ട് പറ്റില്ല, സ്നേഹം കൊണ്ട് പറ്റില്ല. അവള് ചെയ്യണ തെറ്റ് തെറ്റ് തെറ്റ്. കളിക്കടേ തന്നെ കളിക്കടേ വിളിക്കടേ വിളിക്കേ നീ വിളിക്കടേ. അപ്പൊ ഈ 25 ദിവസം കൊണ്ട് ബിഗ് ബോസിൽ ഇത്ര കാലം സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. 25 ദിവസം കൊണ്ട് ഉള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വീട്ടിലുള്ളവർക്ക് നല്ല കേട്ടിട്ടുണ്ട്. തന്തയ്ക്ക് വിളിയും തളയ്ക്ക് വിളിയും. ആദ്യം തന്തയ്ക്ക് വിളിക്കുമ്പോ വീട്ടിൽ നിന്ന് അച്ഛനും കണ്ടടേ കണ്ടോ അപ്പൊ തന്നെ അടുത്തത്. ഇതെന്താ വിഷയം വെച്ചാല് ഇവരെല്ലാരും ആ മൂഡിലാണ്. ഓൻ തന്തയ്ക്ക് വിളിച്ചു, ഓൻ തന്തയ്ക്ക് വിളിക്കും. അതെ, അതാണ് അവസ്ഥ. അതായത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്ത വിളിക്കപ്പെട്ടു കൊടുക്കും. ബിഗ് ബോസ് തുടങ്ങിയോ, ആര് തുടങ്ങി അത് കറക്റ്റ് ആണ്. ആര് തുടങ്ങി ആര് കൊണ്ടുപോയി എന്നല്ല, എല്ലാരും ആ മൂഡിലാണ്. ജാൻമണി വിചാരിച്ച മൂപ്പത്താണ് ഏറ്റവും വലിയ തരുന്നത്. മൂപ്പത്തി അല്ല, ജാൻമണി ഒന്നും വിളിക്കാനും കിട്ടുന്നില്ല. അല്ല, ജാൻമണി വായത് പറഞ്ഞു പോയി ഓൾ ദിസ് തേർഡ് ക്ലാസ് പീപ്പിൾസ് പറഞ്ഞു പോയി. ഇതിപ്പോ ഹൈ ക്ലാസ് ആയി ഞാൻ എങ്ങനെ വിളിക്കുന്നതാണ് ജാൻമണി. പക്ഷെ ഇന്നത്തെ എപ്പിസോഡൊക്കെ ജാൻമണി സൈഡാണ്, ജാൻമണി ഒന്നുമില്ല, ഞെട്ടിപ്പോയി. അതെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ ഗബ്രീന്റെ മണിയടിയിലാണ് തുടങ്ങിയത്. അപ്പോ അതൊക്കെ ഒരു സില്ലി സാധനമാണ് അല്ലേ, ഒരു സില്ലി സാധനമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പവർ ഹൗസിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാക്കിയിട്ട് എടുക്കാം. എന്താണെങ്കിലും ഏത്തം ഇടിച്ചാണ് തുടങ്ങിയത്. ഏത്തം ഇടുമ്പോ തന്നെ ജിൻഡോനെ ഊക്കിയിട്ടാണ്. ജിൻഡോ വേറെ കാര്യമാണ് പറഞ്ഞത്, പണിഷ്മെന്റ്. അത് കേൾക്കാതെ അവര് ചെയ്തു. എന്തോ തമാശ കാണിക്കുന്ന ജാസ്മിൻ പിന്നെ അങ്ങോട്ട് കണ്ടത് എന്താ നമ്മള്, ജിൻഡോ, ജാസ്മിൻ, ഗബ്രി ഇന്നർ ഫൈറ്റ് ആണ് തുടങ്ങി. ഇന്നർ ഫൈറ്റിന്റെ മുകളിൽ തുടങ്ങി ആകെ വിഷയം എന്താ ശരിക്കും അതിലെന്താ പറയാനുള്ള, ഈ ഇന്നർ ഫൈറ്റിൽ എന്താ പറയാനുള്ള? അതായത് ജാസ്മിൻ കറക്റ്റ് ആണ് അവിടെ. നമ്മള് അതിപ്പോ ലൈവ് കണ്ടവർക്ക് അറിയാം, ജാസ്മിൻ ധൃതിയില് ബാത്റൂമിലേക്ക് പോവാൻ നിൽക്കുന്ന ടൈമിലാണ് അവിടെ മീറ്റിങ്ങിന് വിളിച്ചത്. പിന്നെ ആ സാധനം അവിടെ വെച്ചു. ആ സാധനം അവിടെ വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതിലാ ഇന്നേഴ്സിന്റെ മാത്രം എടുത്തു പറഞ്ഞ ജിൻഡോ ഒരു മികച്ച തൈരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ടവലവൻ കണ്ടില്ല, ഡ്രസ്സ് കണ്ടില്ല, ജിൻഡോ അതൊന്നും കണ്ടില്ല. അവിടെയാണ് ഈ എന്താ പറയാ ആട്ടിൻതോലിട്ട ചെന്നായ ജിൻഡോടെ പല പല വേർഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ ജിൻഡോ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണോ ഒന്നും പറയാം. അതെ, അല്ല ജിൻഡോ യൂസ് ചെയ്തില്ലെങ്കിലും വേറെയുള്ള ഒരു ജിൻഡോന്റെ അല്ലേ, ജിൻഡോ ഏറ്റവും ക്ലോസ് ആയിട്ട് കാണുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയല്ലേ. എന്താ ഞാൻ ഓരോ സ്റ്റാൻഡ് അടിക്ക് ഇറങ്ങണ്ടല്ലോ, വേണമെങ്കിൽ ഇറങ്ങട്ടോ, കുഴപ്പമൊന്നുമില്ല. വേണ്ട. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, അതെ അപ്പൊ അവിടെ മുതലാണ് അതായത് ജാസ്മിൻ കാന്താരയായി. ജാസ്മിൻ ഇത്രയും ദിവസം ഉറങ്ങിയിരിക്കുകയായിരുന്നു, ഗബ്രിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു, ജാസ്മിൻ ഒന്നിനും വരുന്നില്ല. അതെ, ജാസ്മിൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു ജാസ്മിൻ. പക്ഷെ ഇപ്രാവശ്യം ജാസ്മിന്റെ പൊട്ടിത്തെറിയും പോയിന്റ് പറിച്ചു കൃത്യമായിരുന്നു, കറക്റ്റ്, ഒന്നും പറയാനില്ല. ജിൻഡോന്റെ മുഖം മൂടി ലിറ്ററലി ജാസ്മിൻ എന്ത് ചെയ്തു, വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനതിൽ കാണുന്ന വേറൊരു വേഷം എന്താ അറിയോ, ഈ ജാസ്മിനെ ഇത്രയും പ്രൊവോക്ക് ചെയ്യാൻ ജിൻഡോയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അല്ല, അതല്ല, ജാസ്മിൻ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇത് ചെയ്യുമായിരുന്നു. അതിന്റെ ഒരു ബിൽഡപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ കണ്ടത്. അതായത് ജാസ്മിൻ ഒരു ക്ലൂ കിട്ടി, ജാസ്മിനും ഗബ്രിയും കൂടി ടീമായിട്ട് കളിച്ചിട്ട് ജാസ്മിന്റെയും ഗബ്രീന്റെയും ഗെയിം താഴെ വരികയാണെന്നും ഇവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണം മുന്നിക്ക് എന്നുള്ളതും നോക്കി നടക്കുമ്പോഴാണ് ജിൻഡോന്റെ വക നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ വെയിറ്റ് ചെയ്യായിരുന്നു ജിൻഡോ ഇവരാരെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ. എന്താണെങ്കിലും ഗബ്രീനെ ജിൻഡോ ഇടയ്ക്ക് പോയി തോണ്ടുന്നുണ്ട്, ഗബ്രി തിരിച്ചും തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു. പക്ഷെ ജാസ്മിൻ ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ജാസ്മിൻ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റിയത് ജാസ്മിന്. പിന്നെ ജിൻഡോക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്കാക്കണ കറക്റ്റ് പോയിന്റ് വെച്ചിട്ടാണ് അവിടെ ജാസ്മിൻ കയറി അടിച്ചത്. അല്ല, ജിൻഡോനോട് പോയിന്റ് വെച്ച് സംസാരിക്കുന്ന ജാസ്മിൻ മാത്രം, ഗബ്രി ഒരു പരിധി വരെ. പക്ഷെ ഗബ്രിയൊക്കെ ആണെങ്കിലും കൂട്ടത്തിൽ. പക്ഷെ എന്താ വേറൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം, ഇത് ജിൻഡോക്കെതിരെ ആയതുകൊണ്ടും
അത് പറഞ്ഞത് ജാസ്മിനും ഗബ്രി ആയതുകൊണ്ട് ഇതിൽ മേജർ ഒരു ഡിസഡ്വാൻറ്റേജ് പുറത്തെ ആളുകൾ കൊടുക്കാൻ പോണത് ഗബ്രിക്കും ജാസ്മിനാണ്. കാരണം അവർക്ക് അത്രയും ഹെയ്റ്റ് ഉണ്ട്. ആ ഹെയ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി ഇവർ എത്ര ജിൻഡോനെ പുറത്ത് മുഖം മൂടി വലിച്ചു കയറി കാണിച്ചാലും ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു വിഷയത്തിനകത്ത് എത്രയെങ്കിലും പെർസെന്റേജ് സപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇപ്പുറത്തെ ജാസ്മിനും. അതെ അതെ, വേറെ ആരും ആണെന്നുണ്ടെങ്കിലും ജിൻഡോ പെട്ടുപോയിരുന്നു. ഓക്കെ, കൊറേ കാര്യങ്ങൾ കാരണം ഇയാളോട് ആരുടെ പോയി അത് പൊക്കി നോക്കാൻ പറഞ്ഞേ. പിന്നെ ഈ ജാസ്മിൻ പറഞ്ഞ പോയിന്റുകളും ജാസ്മിൻ വാദിച്ച വാദങ്ങളൊക്കെ ന്യൂട്രൽ ആയത് എവിടെ അറിയോ? ഇന്ന് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ജിൻഡോ പോയിട്ട് വീണ്ടും ഈ സാധനം എടുത്തിട്ടു. ജിൻഡോ ഏതാ ആള് ആലോചിച്ച് നോക്ക്. നീ നിന്റെ ഇന്നേഴ്സ് ഇന്നലെ പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോ ഇന്നവേഴ്സ് പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോ ഞാൻ യൂണിവേഴ്സ് മൾട്ടിവേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ജിൻഡോന്റെ ഇന്നവേഴ്സ് എന്നുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. അപ്പൊ എന്താണെങ്കിലും ഇന്നവേഴ്സ് പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോ ഇവൻ പോയി ചോദിച്ച ചോദ്യം കേട്ടില്ലേ ജിൻഡോ, നാളെ ഇത് ഔട്ട് പോകുമ്പോ ഞാൻ നിന്റെ ഇന്നവേഴ്സ് പൊക്കി നോക്കി എന്നുള്ളതാവില്ലേ? അതായത് പുറത്ത് ഇപ്പൊ എപ്പിസോഡ് അല്ല, ജിൻഡോന്റെ ചോദ്യം കറക്റ്റാ. എപ്പിസോഡ് ഇപ്പൊ പലരും എനിക്കറിയാവുന്നവരൊക്കെ ബിഗ് ബോസ് കാണുന്നത് റീൽസിലൂടെയും ഷോർട്ട് ക്ലിപ്സിലൂടെയാണ്. ഷോർട്ട് ക്ലിപ്പ് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക, ജാസ്മിൻ പറയുന്നു ജാസ്മിന്റെ ഇന്നർ ജിൻഡോ ഒളിഞ്ഞു നോക്കി, പൊക്കി നോക്കി. അത് ശരിക്കും അങ്ങനെ ഔട്ട് പോയാൽ കുറെ ആൾക്കാർ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണാത്തവർ എന്ത് വിചാരിക്കും, ജിൻഡോ തുണി പൊക്കി നോക്കണാരാണെന്ന് വിചാരിക്കും. അതെ അതൊന്നും ഒരു കാര്യമില്ല കേട്ടോ. കാരണം ബിഗ് ബോസ് തന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ അതൊക്കെ എന്താ പറയാ, ജിൻഡോക്ക് സംസാരിക്കാനും കാര്യങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്യാനും പറ്റാത്തതിന്റെ ഒരു ഫെയിലിയർ ആണ്. അതൊന്നും പിടിച്ചു വർത്താനം പറഞ്ഞ് നിക്കാൻ പറ്റിയില്ല. അപ്പത്തേക്കും മോനെ ഈ സീസണിലെ ഒട്ടുമിക്ക എല്ലാ കാർഡും ഗബ്രി ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഗബ്രി ഏറ്റവും നാറ്റക്കാടായിട്ടുള്ള ഏത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് മാത്രല്ല മറ്റേതും ഇറക്കി. ഏത് ഇവൻ മറ്റേ രീതിയിലാണ് എന്നെ നോക്കുന്നത്. അതാ രസം, ഇവൻ എന്നെ മറ്റേ രീതിയിലാണ് നോക്കുന്നത്. അവനെന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ അതൊരു ഭയങ്കര വേസ്റ്റ് സാധനമായി പോയി. പക്ഷെ ഈ ഗെയിമിൽ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം, എക്സ്പെക്ട് ചെയ്തേ പറ്റും. അതൊരു അതായത് ജാസ്മിൻ അതുവരെ കൊണ്ടുവച്ച കാര്യങ്ങളൊക്കെ ഗബ്രി ഒരുമാതിരി മറ്റോട് മാത്രല്ല, ഗബ്രിക്ക് ഇത് മാത്രം അങ്ങനെ ആണെങ്കിൽ പറയടാ, നീ ആണുങ്ങളോട് പെണ്ണുങ്ങളോട് കളിക്കടാ. എന്തോ ഗബ്രിക്ക് സ്വയം സംശയമുള്ള പോലത്തെ അല്ല, എപ്പോഴും എടുത്തിട്ട് അതാ പറയുന്നത്, ആണാണെങ്കിൽ പറയടാ, ആണാണെങ്കിൽ നോക്കടാ, ആണാണെങ്കിൽ നോക്കടാ, ഞാനാണടാ അതുണ്ട്. അതെ, അപ്പൊ അങ്ങനെ എല്ലാരും കൂടി എന്താണോ ജിൻഡോയുടെ ആവശ്യം അത് ജിൻഡോക്ക് നടന്നു. കാരണം എല്ലാരും കൂടി ജിൻഡോക്ക് എതിരെ എന്തായി ഉത്സാഹിച്ച് നടത്തി കൊടുക്കുന്നുണ്ട്. അതെ, ജാസ്മിൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് അയാളുടെ പ്ലാൻ ആണ്, എല്ലാരും കൂടി പോണ്ട ചെയ്യണ്ട. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ വീണ്ടും അതിനാണ് സംഭവിക്കുന്നത്. പിന്നെ ഏറ്റവും വൃത്തികെട്ട പരിപാടി, ഭക്ഷണം കഴിക്കുമ്പോ ഇരുന്ന് ഒരുമാതിരി പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെ ഫൈനാണ്. പക്ഷെ ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നിട്ട് ചെനച്ചെനാറുണ്ട് ഒരുമാതിരി എന്താ പറയാ കോത്താളിത്ത വർത്താനം പറയുന്നത്. പ്രത്യേകിച്ച് ഗബ്രിയാണ് അതിന്റെ ആള്. ഫുഡിന് മുന്നിൽ ഇരുന്നിട്ട് പിന്നെ ഈ പണിയാണ്. തുടക്കം മുതലേ ഫുഡിന്റെ പ്രശ്നമാണ്. അതെ, ഐസ്ക്രീം ആയിരുന്നു വിഷയം. ചോട്ടാരാജ് അതേപോലെ നമ്മളെ റസ്മീൻ ഭായ്. അല്ല, റസ്മീൻ ഭായ് ലിറ്ററലി ഇപ്പൊ വാലാണ്. ഗബ്രീനെയും ജാസ്മിന്റെയും വാലായിട്ടാണ്. അവർക്ക് വേണ്ടിയാണ്. അതെ, അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി കയറി വന്ന ആളെ പോലെയാണ് 36 സൈഡ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് മുടിയും പറഞ്ഞിട്ടാണ്. ഇമാതിരി അൺവാണ്ടഡ് സാധനങ്ങൾക്ക് ഞാനില്ല. കാരണം അത് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈന്റ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അയാളെ നിങ്ങൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് മോശം കാര്യമാണെന്നാണ് അവര് പറഞ്ഞത്. അത് ഋഷീന്റെ പെർസ്പെക്റ്റീവ് ആണ്. പക്ഷെ ഒരു വേറൊരു കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെ ഒരു ഷോയില് വരുമ്പോ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പൊ ജിൻഡോ റെഡിയാണ്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അച്ഛന് പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മേന്റെ മോളിക്ക് പോയത്. ജിൻഡോന്റെ വായേന്ന് വെട്ട് വന്ന് അതിന്റെ സങ്കടം ജിൻഡോക്ക് ഉണ്ട്. ജിൻഡോ നോക്കിയില്ല, അടുത്ത കരച്ചിൽ കാർഡ് സങ്കടം പറഞ്ഞാ ഇത് പറഞ്ഞു പോയപ്പോ പെട്ടു. അപ്പൊ സങ്കടായി, ഇത് വായന്ന് വന്നു. ഇതിനി ഗബ്രി ഏറ്റുപിടിക്കണ്ട വെച്ചിട്ട് ഇരുന്ന് മോങ്ങി കരഞ്ഞ് അവിടെ ഇരുന്ന്. കാരണം ഇത് എല്ലാ സീസണിലും ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോ ഒരു കരച്ചിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സാധനം കിട്ടുന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്താണെങ്കിലും അവനാൻ പറഞ്ഞ തെറ്റിൽ അവൻ തന്നെ ഇരുന്ന് കരഞ്ഞു. അതെ,
പിന്നെ രണ്ടാളെയും കൂടി ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യാൻ നോക്കി. പുറത്താക്കി ചെയ്തു ബിഗ് ബോസ്. എനിക്കൊരു ചാൻസ് തരുമെന്ന് ഗബ്രി. ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, ഇറങ്ങി പോടാ പുറത്ത്. അതില് മറ്റാളിങ്ങനെ ഇവൻ പറയാനൊന്നും ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പോടാ. അയ്യോ, അതിനിടയിൽ നമ്മൾ മറ്റേ ടാസ്ക് വന്നു, ചാർജിങ് പോയിന്റ് ടാസ്ക് വന്നു. ചാർജിങ് പോയിന്റ് ടാസ്കിൽ ഞാൻ ആദ്യം ഉറപ്പിച്ചതാണ് മറ്റേ യമുന റാണി പിന്നെ ശ്രീരേഖ. ഇവരൊന്നും പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാൻ പോണില്ല. ജിൻഡോ ആദ്യം ആവേശം മുത്തോടി സംഗതി പുറത്തായി കിട്ടി. ചാർജ് ചെയ്യാനൊക്കെ മൂപ്പര് എക്സ്ട്രാ ചാർജഡ് ആയിട്ട് പോയിട്ട് പിന്നെ ആ വഴിക്ക് അങ്ങനെ പോയി. അല്ല, ആ ഗെയിം കഴിഞ്ഞോട് എല്ലാരോടും ഒന്ന് ചാർജ് ആയെന്തായാലും. അതെ. അപ്പൊ സംഗതി തുടങ്ങിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമുകൾ തിരിച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഈവൻ പവർ ടീമിലുള്ള അർജുന് തന്നെ ആ ടീം ജയിക്കരുത്, സ്വന്തം ടീം ജയിക്കരുത് എന്നുള്ള സെറ്റപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. അർജുനും ഋഷി രണ്ടുപേരെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, ആർക്ക് വേണമെങ്കിൽ പോയി സ്ക്രൂ കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ പോയി തിരിപ്പിക്കാം. അതെ. പിന്നെ ഋഷി ഉറപ്പിച്ച് ഋഷി അതിന് അങ്ങനെയാണ്. അർജുനും ബെറ്റർ എന്നല്ല, അർജുനും അതന്നെ അവസ്ഥ. അതന്നെ. പിന്നെ നമ്മളെ കട്ടിൽ റാണി അതിനായിട്ടിരിക്കുകയാണ്. ഹൻസിബന്റെ സിംഹാസനമാണ് കട്ടില്. ഹൻസിബ ഇന്ന് ഇറങ്ങാറില്ല. അതെ. ഇതിപ്പോ സീക്രട്ട് ഏജന്റിന് കാറ് എന്ന് പറഞ്ഞ പോലെ ഹൻസിബയ്ക്ക് കട്ടിലാണ്. ഹൻസിബ കട്ടിലുണ്ടെങ്കിലാണ് മെയിൻ. അപ്പൊ അതെ, ഹൻസിബയ്ക്ക് കട്ടിലാണ് വാഹനം. അപ്പൊ അങ്ങനെ ഹൻസിബ അതിനകത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. മുടിയനാണെന്നുണ്ടെങ്കിൽ മുടി ഫുള്ള് ആർക്കോ തിരിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തതാണ്, ആർക്കും വേണമെങ്കിൽ പോയി തിരിച്ചു കൊടുക്കുക, ആ അവസ്ഥ. അർജുനാണെന്നുണ്ടെങ്കിൽ ശ്രീതുള്ള ടീമിനെ എങ്ങനെയെങ്കിലും, അതാണ് അർജുന്റെ മൈൻഡ് അതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണെങ്കിലും അവിടെ ഒരു ഗെയിം ഒന്ന് ഒത്തു കളിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അർജുൻ നോക്കി. അപ്പൊ ഋഷി എന്താണെങ്കിലും എന്റെ ഫ്രണ്ട് അല്ലടാ, ഫ്രണ്ട് ആയതുകൊണ്ട് ഫ്രണ്ട്. അതെ. അങ്ങനെ ഗെയിം തുടങ്ങി വീണ്ടും. പിന്നെയാണ് നമ്മുടെ ഗബ്രി ശരണ്യ അടി ഉണ്ടായത്. അത് ആക്ച്വലി അത് പ്ലാൻ ചെയ്തത് നോറയല്ല, റസ്മിൻ ബായി നോറയ്ക്ക് പറഞ്ഞു കൊടുത്തതോ അങ്ങനെ എന്തോ ആണത്. അതായത് ജാസ്മിന്റെ ലൈവിലുണ്ടായിരുന്നു, ജാസ്മിന്റെ ആ ഒരു ഫോണിന്റെ പിക്ചറുള്ള സാധനം ഇരിക്കുന്നത് ആ സൈഡിലാണ്. ഓടിപ്പോയി അത് എടുക്കണം എന്ന് പറഞ്ഞു, ഇവര് പോയി എടുത്തു. പക്ഷെ ഈ ഗെയിമിനകത്ത് പിടിച്ചു പറയുന്ന പറഞ്ഞ സാധനം ചെയ്യാൻ പറ്റുന്ന കേസാണ്. അത് പിടിച്ചു പറിച്ചു ഗബ്രി. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ജിൻഡോ ഈ ഗെയിമിൽ അധികം ആ ഒരു എന്താ പറയാ കുശാഗ്ര ബുദ്ധി ഉപയോഗിക്കാൻ എനിക്ക് മനസ്സിലായി. ഈ ഗെയിം ശരിക്കും പൊട്ടിക്കാൻ പറ്റും. ഓടിപ്പോയിട്ട് എന്താണെന്ന് അറിയോ, ആ പ്ലാറ്റ്ഫോം ഫുള്ള് തട്ടി താഴണം, എടുത്ത് തട്ടി താഴണം. അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്ത് കൈ പിടിച്ചിട്ട് ഒന്നാർക്കെങ്കിലും കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാം. ഇതില് ഇങ്ങനത്തെ ടാസ്ക് ഒന്നും പറ്റുന്നില്ല. ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് കുറച്ച് ഫെയർ ആയിട്ട് കളിക്കാൻ നോക്കി, ടീമായിട്ട് കളിക്കാൻ നോക്കി. അപ്പൊ അത് വിജയിച്ചത് നമ്മുടെ ഗബ്രിക്കും ജാസ്മിനുമാണ്. ഗബ്രിയും ജാസ്മിനും അത് ടീമായിട്ട് തന്നെ പിടിച്ചു. കാരണം അവരുടെ ഇടയിൽ കൺഫ്യൂഷൻസ് ഇല്ല, രണ്ടും ഒന്നായതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ ഇല്ല അവർക്ക്. അത് ബാക്കിയുള്ള എല്ലാവർക്കും അറിയും ചെയ്യാൻ പൊട്ടിക്കാനും പറ്റില്ല. അത് പൊട്ടി ഈ ഗെയിമിലൊക്കെ സുഖമായി പൊട്ടിക്കായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോ ഋഷി നന്നായിട്ട് ഓടും, അർജുൻ നന്നായിട്ട് ഓടും. നിങ്ങൾക്ക് ഒരാളെ ബ്ലോക്ക് ഇപ്പൊ ഗബ്രീനെ കിട്ടിയില്ലെങ്കിലും ജാസ്മിനെ ബ്ലോക്ക് ചെയ്യാലോ. എന്ന് വെച്ചാൽ ഇത് എളുപ്പമായിരുന്നു, കാരണം എല്ലാരും പൊതുശത്രുവാണ് അവരുണ്ടാളും പൊട്ടിക്കാൻ ഭയങ്കരമായ. ജാസ്മിനെ ബ്ലോക്ക് ചെയ്തിട്ട് ജാസ്മിന്റെ അടുത്ത് കയ്യിൽ വെക്കാതിരിക്കുക. അതേപോലെ അവര് പറഞ്ഞു ഇവരെ ഈ അറ്റത്ത് നിൽക്കുന്നത് ഫസ്റ്റ് വേഗം ബ്ലോക്ക് ചെയ്താൽ മതി. പക്ഷെ അവര് എന്നിട്ട് പിന്നെ അതും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരെ അങ്ങനെ തന്നെ ബാക്കിൽ നോക്കുമായിരുന്നു. അതെ. എന്താണെങ്കിലും അതിനിടയിൽ അർജുൻ പോയി മുടിയനോട് പറഞ്ഞത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. അങ്ങനെ ശരണ്യ പുറത്തായി. അവിടെ ഈ നോറ കളിച്ചാടേ. നോറ റൂമിൽ പോയിരുന്ന് മുടിയനെ തിരിപ്പിച്ച്. ഏത് നമ്പിക്കൈ ദ്രോഗം. അർജുൻ മുടിയന് പൊട്ടി, മുടിയൻ പോകുന്നു, ശരണ്യനോട് തുള്ളുന്നു, ചാടുന്നു, കരയുന്നു, പോകുന്നു. അതെ. ഞാൻ വേറെ കേസ് പറയാ. ഇപ്പൊ ജാസ്മിനൊക്കെ ഒച്ചയും വിളി ഉണ്ടാക്കുമ്പോ കുറെ തെറിയും വർത്താനവും വീട്ടിലുള്ളവര് തെറി വിളിക്കലുമാണ്. പക്ഷെ ഞാൻ 2-3 ദിവസമായിട്ട് ശരണ്യ പൊട്ടിത്തെറിക്കുന്നത് കാണുന്നുണ്ട്. ശരണ്യ തെറിവിളികളില്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് പൊട്ടിത്തെറിയാണ് ശരണ്യന്റെ. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ജാസ്മിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ജാസ്മിൻ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ജാസ്മിൻ ഒന്നും ഉണ്ടാവും. അതായത് ശബ്ദം മാത്രല്ല, കാര്യം പറയുന്നു. കാര്യം പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ശരണ്യ.
എനിക്ക് വരും ദിവസങ്ങളിൽ ശരണ്യ കുറച്ചും കൂടി സ്ട്രോങ് ആവുള്ള ഒരു ചാൻസ്. കാരണം ശരണ്യക്ക് വന്നിട്ടില്ല ശരണ്യക്ക് പൊട്ടിത്തെറിക്കാനുള്ള. അല്ല, ശരണ്യനെ ഇപ്പൊ ഒരു ഗെയിം കൊണ്ടുവന്നു, കുറച്ചായിട്ട് ശരണ്യനെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ശരണ്യക്കും യമുനയ്ക്കും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ളത്. അത് ഇപ്പോഴും തോന്നാത്തത് നമ്മളെ തമിഴ് ബിഗ് ബോസിന്റെ ഹാങ് ഓവറിലിരിക്കുന്ന ശ്രീധുനാണ്. ശ്രീധുന് മാത്രമാണ് ഒന്നും ചെയ്യേണ്ട, ഞാൻ ക്യൂട്ട്നെസ് വാരിയിടാം, അർജുനായിട്ട് കുറച്ച് സുള്ള, അതൊരു കോംബോ ആയിട്ട് നാട്ടുകാർ പിടിച്ചോളൂ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് തോന്നുന്നത് 34 ഇരിക്കുന്നുണ്ട്. പിന്നെ കുറെ തമിഴ് ബിഗ് ബോസ് തമിഴും പറഞ്ഞ അങ്ങനെ നടക്കുന്നുണ്ട് 34. ഇനിയിപ്പോ ഈ ചാനൽ മാറ്റുമ്പോ അറിയാതെ കാണൂലോ, അപ്പൊ തമിഴ് കാണുമ്പോ വോട്ട് ചെയ്താൽ ആ മൈൻഡിലായിരിക്കാം. ജാൻമണി എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുള്ളൂ. പൊട്ടിത്തെറിക്കുമ്പോ ജാൻമണി പൊട്ടിത്തെറിച്ച ബിഗ് ബോസിനാണ് പേടി. സിഗരറ്റ് ഫുള്ള് വലിച്ചു തീർക്കും, പിന്നെ അടുത്ത പാക്കറ്റ് കൊടുക്കണേ, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ കുറച്ച് ബോധം കൊടു. അപ്പൊ എന്താണെങ്കിലും നോറയുടെ തിരുപ്പിൽ മുടിയൻ കേറി കൊളത്തി നേരെ പോയി ശരണ്യ മുടിയനും തമ്മിൽ ഭയങ്കര ഫൈറ്റും കച്ചറിയായി. അങ്ങനെ അതിൻ്റെ ഇടയിൽ പരിക്ക് പറ്റി ശരണ്യക്ക്. പിന്നെ അത് ഈ ഗെയിം ഇനിയുള്ള ഞാൻ വേറെ കേസ് പറയാം, ഇനി അങ്ങോട്ടുള്ള ഗെയിമുകളിൽ പരിക്കുകളുടെ ആറാട്ടും വിളയാട്ടും ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ ബിഗ് ബോസിലൊക്കെ കൊടുക്കാറ്. എല്ലാ ഹെവി സാധനങ്ങളൊക്കെ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഹെവി സാധനങ്ങൾ വരാൻ കിടക്കലുള്ളൂ എന്നാണ് പേഴ്സണലി തോന്നണേ. ആ ഒരു കച്ചറേന്റെ ഇടയിൽ നമ്മളെ റസ്മിൻ ഭായി ആകെ ഫേസ് ഇട്ട് അതൊക്കെ അതിന്റെ ഇടയിൽ പോയിട്ട് എന്തൊക്കെയോ കുറച്ച് ഡയലോഗ്. റസ്മിൻ ഭായി എല്ലാത്തിന്റെ ഇടയിലും കയറുന്നുണ്ട്. അതെന്താ പറയാ, ഗബ്രിക്കും ജാസ്മിനെതിരെ എന്താണ് പറയണത്, അവിടെ കയറിയിട്ട് എന്തെങ്കിലും പറയാം, അത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഞങ്ങൾ കണ്ടു തീർത്തിരിക്കുകയാണ്. നിങ്ങളും കണ്ട് എൻജോയ് ചെയ്യുക അല്ലേ. VV+ ഒക്കെ വരാനുണ്ട്, പക്ഷെ ലൈവ് കാണുന്നതുകൊണ്ട് VV+ അല്ലേ അത്രക്ക് രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇല്ല, കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. അടി അതന്നെ കാര്യമായിട്ട്. അതെ, ഉറങ്ങുന്നു, നീക്കുന്നു, തെറി വിളിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി മുതൽ എന്താ അറിയോ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇനി ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതെ, വളരെ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ തെറിവിളി, അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കേസാണ്. പിന്നെ ഇന്ന് എല്ലാവരും നേരത്തെ സൈഡായി പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ എല്ലാവരും ലൈവിൽ അവിടെ ഇവിടെ സൈഡായിട്ട്. അതെ, ഇനി അർജുനും ശ്രീത്തും രാത്രി ഇരുന്ന് ലൈന് വലിക്കും എന്നുള്ളതാണ്. അല്ല, ജിൻഡോന്റെ ഞാൻ ആദ്യം നോക്കുമ്പോ ഇനീഷ്യൽ സ്റ്റേജില് ജിൻഡോന് ഭയങ്കരമായിട്ട് ജിൻഡോ പാവമാണ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന്. പക്ഷെ ഇപ്പൊ ജിൻഡോന്റെ ഫാൻസിന് തന്നെ മനസ്സിലായി ജിൻഡോന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവൻ എന്നുള്ള പേര് വരും. അതുകൊണ്ട് അതെ, ഫ്ലിപ്പാണ്, അത് ഗെയിമാണ്. പക്ഷെ ജിൻഡോന്റെ ഫാൻസിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. കള്ളന് കഞ്ഞി വെച്ചെന്നുള്ള ടാഗ് ഫാൻസിന് വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരും പോയിട്ട് കൂട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ചുകൂടി ഫെയർ ആയിട്ടൊക്കെ കളിക്കണമല്ല. അത് ഗെയിം കളിക്കുമ്പോ എങ്ങനെയും കളിക്കാം, പിന്നെ അത് ഫെയർ ആയിട്ട് കളിക്കണം എന്നുള്ളത് നമ്മളെ ഒരു ആത്മാഭിമാനത്തിനും കാര്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാവും. അതെ, എന്താണെങ്കിലും ഇനിയുള്ള രാത്രികൾ ജബ്രികളെ മാറിയിട്ട് ഇനി ക്യാപ്റ്റനായ അർജുനും ശ്രീധുൻ കോംബോയുടെ ലൈവുകളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, നീ പറഞ്ഞ തെറ്റേ ശരി.